ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്ന് വീക്കാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ ഇന്നലെ വന്നിട്ടുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അബോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിൽ US ഫെഡ് റേറ്റ് കട്ട് ഡിസിഷൻ നീട്ടിവെക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കമ്മോഡിറ്റി മാർക്കറ്റുകളിലും കണ്ടിരുന്നു. ഗോൾഡും നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. $45 താഴെയാണ് ഹയർ ലെവലിൽ നിന്ന് ഇന്നലെ ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ $2,710 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളും താഴെയാണ്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2025 ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 10% താഴെ പോകുന്നതാണ് ബാങ്ക് ഓഫ് അമേരിക്ക പോലുള്ള റിസർച്ച് ഹൗസസ് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സോളാർ പവർ ജനറേഷനും അതുപോലെ തന്നെ ഡിമാൻഡ് കുറയുന്നതാണ്. അതോടൊപ്പം തന്നെ സർപ്ലസ് പ്രൊഡക്ഷനും കൂടിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ പോസിറ്റീവാണ്. നമ്മളൊക്കെ ക്രൂഡ് ഓയിൽ ധാരാളം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് ഗവൺമെൻറ് 2 ദിവസത്തെ മീറ്റിങ്ങിന് ശേഷം ഫിസ്ക്കൽ ഇൻസെൻറ്റീവ് ഉണ്ടാവുമെന്നല്ലാതെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകൾ പൊതുവെ ഒരു നെഗറ്റീവ് റിയാക്ഷനാണ് കാണിക്കുന്നത്. ഇന്ന് മോർണിംഗിലും ഏഷ്യൻ മാർക്കറ്റുകളിലെ ചൈനീസ് മാർക്കറ്റുകൾ 1.5% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരുന്നു. ഇന്നലെ 0.25% കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇന്ത്യ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡി ഗുരുകേഷ് ദൊമ്മരാജു 18 വയസ്സുള്ള നമ്മുടെ ഇന്ത്യക്കാരൻ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യനായിട്ട് വേൾഡ് ചെസ് ചാമ്പ്യനായിട്ട് വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മളെല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് അദ്ദേഹത്തിൻ്റേത്. ഇത് നമ്മുടെ ഈ രാജ്യത്തിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇനി നമുക്ക് മാർക്കറ്റ് ന്യൂസുകളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ HAL 13,500 കോടി രൂപ വരെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 12 Su-30 MK എയർക്രാഫ്റ്റിനാണ് വിത്ത് അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ്സിനുള്ള ഓർഡറാണ്. ഇന്ത്യയിൽ തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അശോക് ലേലൻ്റെ 345.58 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. GR ഇൻഫ്രാ പ്രൊജക്റ്റ് ട്രാൻസ്മിഷൻ ലൈനിലുള്ള ഒരു ഓർഡറും ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാജൽ പ്രൊജക്റ്റ് EPC കോൺട്രാക്റ്റ്, അതും പവർ റിലേറ്റഡ് കോൺട്രാക്റ്റാണ് ബാക്ക് ചെയ്തിട്ടുണ്ട്. നെസ്കോ ഹൈദരാബാദ് വിശാഖപട്ടണം എക്സ്പ്രസ് ഹൈവേയുടെ 2 സൈഡിലുള്ള സ്ഥലങ്ങൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ധാരാളം അമ്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റും ബാക്ക് ചെയ്തിട്ടുണ്ട്. ഈ 4 സൈറ്റുകളും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 300 കോടി രൂപ ടോപ്പ് ലൈൻ ഓരോ വർഷം ഉണ്ടാവുന്നതാണ് നെസ്കോൻ്റെ എക്സ്പെക്റ്റേഷൻ. JK ടയർ യൂറോപ്യൻ ലോൺ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എക്സ്പാൻഷൻ പ്ലാനുകൾക്ക് വേണ്ടിയാണ്. പെന്നാർ ഇൻഡസ്ട്രീസ് സോളാർ സെൽ മാനുഫാക്ചറിങ് മോഡ്യൂൾ മാനുഫാക്ചറിങ് സെക്ടറിലേക്കും കൂടി കടക്കാണ്. പെന്നാറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡിജികോർ സൊല്യൂഷൻസ് ഒരു ഡിജിറ്റൽ റിലേറ്റഡ് കമ്പനിയാണ്. അവർ iMadeSong.com എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫസ്റ്റ് AI പവേർഡ് മ്യൂസിക് ജനറേറ്റിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സീമെൻസ് എനർജി ഡീമർജർ റെക്കോർഡ് ഡേറ്റൊക്കെ അടുത്ത ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റിങ്ങുകളാണ് സീമെൻസ് എനർജിയിൽ സീമെൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീമെൻസ് എനർജി പൊതുവെ സീമെൻസിൻ്റെ റിന്യൂവബിൾ എനർജി സെക്ടറാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ സീമെൻസിൻ്റെ സ്റ്റോക്ക് ഡീമർജറിന് ശേഷം കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ SME IPO നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന SME IPOs ഉണ്ടായിരുന്നു. BSEയിൽ ടോസ് ദ കോയിൻ ഇന്നലെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് 1025.76 ടൈംസ് ആണ്. അതോടൊപ്പം തന്നെ ജംഗിൾ ക്യാമ്പ്സ് 494.58 ടൈംസ് ആണ്. ഈ 2 ഇഷ്യൂ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള മോബി ക്വിക്ക് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ 21.67 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ക്ലോസിംഗ് ഡേ. അതുപോലെ തന്നെ ഇൻവെഞ്ചറസ് സൊല്യൂഷൻസ് ഉണ്ട്. അത് രാകേഷ് ജുംവാല
പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെയാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയും ഓവർ സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ 1.36 ടൈംസ് ആണ്. യാഷ് ഹൈ വോൾട്ടേജ് നമ്മൾ BSE SMEയിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു SME IPO ആണ്. 3.01 ടൈംസ് ആണ് ഇന്നലെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. സായി ലൈഫ് 1.2 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ. വിശാൽ മെഗാമാർട്ട് 1.63 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. പർപ്പിൾ യുണൈറ്റഡ് സെയിൽസ് 18.04 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് NSE SMEയിലാണ്. അതുപോലെ തന്നെ സുപ്രീം സ്പെഷ്യാലിറ്റി മാനേജ്മെൻറ്റ് 4.1 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന 2 IPOs ഉണ്ട്. ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 417 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് 17-ാം തീയതിയാണ്. അത് അവസാനിക്കുന്നത്. മെയിൻ ബോർഡ് IPO ആണ്. അതുപോലെ തന്നെ ഹാംസ് ബയോ BSE SME IPO ആണ്. ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. 2000 ആണ് മാർക്കറ്റിലോട്ട്. 51 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ IPOs ഒക്കെ അവൈലബിൾ ആണ്. SMEയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ IPOകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. SME IPOൻ്റെ മാർക്കറ്റിലോട്ടൊക്കെ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. 2 ലക്ഷം 4 ലക്ഷമൊക്കെ ആയിട്ട് ഉയർത്തിയേക്കാം. അതോടൊപ്പം തന്നെ ധാരാളം മെഷേഴ്സും സെബി കൊണ്ടുവരുന്നുണ്ട് SME IPOയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇന്ന് മാർക്കറ്റ് നല്ല വോളാറ്റിലിറ്റി ഒക്കെ കാണിച്ചേക്കാം. പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് മാർക്കറ്റിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതിൻ്റെയൊക്കെ വോളാറ്റിലിറ്റി മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.